ജെയ്ഡ് സർവീസ് എനിക്ക് തോന്നുന്നു ബൊസാൻ പോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ മാപ്പ് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സീ റഫ് ആണെങ്കിൽ നമ്മൾ ബലാക്സ് വാട്ടർ കൂടുതൽ കയറ്റി നമ്മൾ ഷിപ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ തന്നെയല്ലേ? നന്നായിട്ട് കൺസംഷൻ വരാം. വലിയ ഷിപ്പുകൾക്കൊക്കെ 150 ടൺസ് ടു 200 ടൺസ് കൺസംഷൻ വരാം. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മുടെ പോർട്ടിൽ ബർത്ത് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ സാക്ഷാൽ MSC ഐറണ തന്നെ ഔട്ടർ ആങ്കറേജിൽ വെയിറ്റിംഗിലായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകളിൽ സെയിലിംഗ് നടത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലിന്റെ ക്യാപ്റ്റനായ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വില്ലി ആന്റണി സർ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ ചാനലുമായിട്ട് ഷെയർ ചെയ്യുന്നു. നമുക്ക് പോകാം ഡീറ്റെയിൽ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, വില്ലി ആന്റണി സർ ആദ്യമായാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്, അതും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുമായി MSC ഐറണയുമായി. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മുടെ പോർട്ടിനെ കുറിച്ച് സാറിന് അറിയാവുന്നുള്ളത് എന്താണ്? പോർട്ടിൽ ലൊക്കേറ്റഡ് ആയിരിക്കുന്നത് സ്ട്രാറ്റജിക്കൽ പോയിന്റിൽ തന്നെയാണ്, ലൊക്കേഷനിൽ തന്നെയാണ്. നമുക്ക് വേറെ ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ഈ പോർട്ടിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്ത് ബെർത്താവണമെങ്കിൽ ദാറ്റ് ഈസ് ബിഗസ്റ്റ് അഡ്വാൻറ്റേജ്, നോ ഡൗട്ട്. അത് സംശയമൊന്നുമില്ല അതില്. കൂടാതെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നാച്ചുറൽ ഡെപ്ത് ആണ്. നമുക്ക് എന്റെ കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ച് ഡ്രിഡ്ജിങ് ഒന്നും അതിനുവേണ്ടി ചാനലിലെ ബർത്തിലേക്കുള്ള ചാനല് ചെയ്യാനായിട്ട് ആവശ്യം വന്നിട്ടില്ല. അപ്പോ ഇത് ഡ്രാഫ്റ്റ് കൂടിയ ഷിപ്പുകൾക്കും ഈസി ആയിട്ട് വലിയ ഡ്രാഫ്റ്റിൽ ബർത്തിലേക്ക് വരാനുള്ള ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ മദർ ഷിപ്പുകൾക്കൊക്കെ ഈസി ആയിട്ട് വരാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ഇനി എനിക്ക് അടുത്തറിയണം, നമ്മൾ ഓരോ പോർട്ടിലും പോകുമ്പോഴേ, ഇപ്പൊ നമ്മൾ പലരും, എനിക്ക് ഒരു ഡൗട്ടായിരുന്നു, നമ്മൾ പോർട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഷിപ്പ് നമ്മളെ ടഗ് ആണല്ലോ ടൈ ചെയ്തിട്ട് ബെർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഷിപ്പിന്റെ അതായത് ഷിപ്പ് അപ്പോൾ ഏത് മോഡിലായിരിക്കും? എനിക്ക് അത് റണ്ണിങ് മോഡിലാണോ എന്തായിരിക്കും? അതിന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് സാറിനെ ചോദിക്കുന്നത്. ഷിപ്പ് റണ്ണിങ് മോഡ് തന്നെയാണ്. ഷിപ്പ് റൺ ചെയ്യും, എഞ്ചിൻ റൺ ചെയ്യും. ഷിപ്പിന് സൈഡ് വേസ് ഉള്ള മൂവ്മെന്റ് ഷിപ്പിന് ഇല്ല കാര്യമായിട്ട്. നമുക്ക് പ്രൊപ്പല്ലർ, ഷിപ്പിന്റെ പുറകില് പ്രൊപ്പല്ലർ ഉള്ള പോലെ ഷിപ്പിന്റെ മുമ്പില് ഇപ്പൊ പുതിയ ഷിപ്പുകൾക്കൊക്കെ ഉണ്ട് ബോ ത്രസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബോ ത്രസ്റ്റർ അത് നമ്മള് പ്രൊപ്പല്ലർ പോലെ തന്നെയാണ്. അത് നമ്മള് ഡയറക്ഷൻ, സൈഡിലേക്കുള്ള ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് അങ്ങനെ ആയിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക ഷിപ്പില്. ചെയ്ത് കഴിയുമ്പോ ലേറ്റസ്റ്റ് അല്ല, പഴയ ഷിപ്പുകൾക്കും ഉണ്ട് അത്. അതിന് അത് ഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് കമ്പനി റെഡി ആണെങ്കിൽ അത് ഉണ്ടായിരിക്കും. പണ്ടത്തെ ചില ഷിപ്പുകൾക്കൊക്കെ പണ്ട് ഇപ്പൊ ഇല്ലെന്നാണ് എന്റെ അറിവ്. പുറകിലും ഈ ത്രസ്റ്റർ ഉണ്ടാവും, പ്രൊപ്പല്ലർ കൂടാണ്ട്. അപ്പൊ നമുക്ക് അത് ഈ ഓയിൽ റിഗിൽ ചെയ്യുന്ന ഷിപ്പുകൾക്കൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ആ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് തിരിയാനും പിടിക്കാനൊക്കെ ഉള്ള ഷിപ്പിന്റെ മാനൂവറബിലിറ്റി കൂട്ടാനായിട്ടുള്ള സംവിധാനമാണ് ഇത്. അപ്പൊ ഇപ്പോഴത്തെ ഷിപ്പുകൾക്കൊക്കെ മുമ്പിൽ മാത്രമാണ്, ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് വൈസ് ആയിട്ട് മൂവ്മെന്റ് കിട്ടും. ഇതിപ്പോ മുമ്പിൽ മാത്രം ഉള്ളതുകൊണ്ട് നമ്മളത് ഒരു സൈഡിലേക്ക് അതിന്റെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ മുൻവശം ഷിപ്പിന്റെ ഫോർവേഡ് സൈഡ് മുൻവശം അത് നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നമുക്ക് തിരിക്കാൻ പറ്റും. പക്ഷെ അതുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഷിപ്പിനെ സൈഡ് വൈസ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ ഷിപ്പിന് അതിനുള്ള സംവിധാനം ഇല്ല. നമ്മൾ വെള്ളത്തിലായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ അത് മൂവ് ചെയ്യണമെന്നില്ല. അപ്പോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടഗ് ബോട്ടുകൾ വന്നിട്ട് നമ്മള് കെട്ടിയിട്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യണത്. അതായത് നമ്മളിപ്പോ ബർത്തിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മള് ബർത്തിന് പാരലായിട്ട് ഷിപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ പുഷ് ചെയ്ത് അവര് ബർത്തിലേക്ക് ആക്കും. അപ്പോഴും നമ്മുടെ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മുമ്പോട്ട് നീങ്ങാനോ പുറകോട്ട് നീങ്ങാനാണെങ്കിൽ നമ്മൾ എഞ്ചിൻ യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി ഞാൻ വേറെ ഡൗട്ട് ചോദിക്കട്ടെ സാർ. നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ എന്റെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഷിപ്പ് പുറംകടലിൽ ആങ്കർ ചെയ്തിട്ട് ഇവിടെ നിന്നും ടെക് ബോട്ടിലെ പോയിട്ട് പോർട്ടിലെ പൈലറ്റ് ആണ് ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാവും? നമ്മളെ ക്യാപ്റ്റന് പോർട്ടിനെ കുറിച്ച് അറിഞ്ഞാടാത്തത് കൊണ്ടാണോ, അതോ ഏറ്റവും കൂടുതൽ അറിവുള്ളത് നമ്മളെ പൈലറ്റിനായത് കൊണ്ടാണോ? അതൊന്നും അങ്ങനെയും പറയാം. അതായത് ഒരു ക്യാപ്റ്റൻ പുറത്തുനിന്ന് വരുമ്പോ ആള് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും എയർപോർട്ടിലേക്ക് പറഞ്ഞത്. ഇനി മുമ്പ് വന്നിട്ടുള്ള ആളാണ് കൂടി ചിലപ്പോ 1 കൊല്ലം കഴിഞ്ഞായിരിക്കും വരുന്നത്, ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പോ അവിടെ ആ സമയത്തുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആ സമയത്തുള്ള ഫോർകാസ്റ്റ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലുള്ള കറന്റിന്റെ ടൈഡിന്റെ പാറ്റേൺ, വേറെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അങ്ങനത്തെ ലോക്കൽ വിവരങ്ങൾ ഈ പൈലറ്റിനായിരിക്കും കൂടുതലായിട്ട് അറിയാൻ പറ്റുക. ആ പോർട്ടിനെ കുറിച്ച്. ഈ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളാണ്. ആള് എക്സ് സെയിലിംഗ് ക്യാപ്റ്റൻ ആയിരിക്കാം. ഇപ്പൊ ഇവിടുത്തെ വിഴിഞ്ഞത് ഞാൻ അറിഞ്ഞത് ക്യാപ്റ്റനാണ് ഇവിടുത്തെ എല്ലാ പൈലറ്റുകാരൊക്കെ. അതിലൊരു ഒരാൾ എന്റെ കോളീഗാണ്. അപ്പോ അവർക്ക് ആ പോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് അവരാണ് ക്യാപ്റ്റനേക്കാളും. അപ്പോൾ ടഗ് ബോട്ടിലോ അല്ലെങ്കിൽ പൈലറ്റ് ബോട്ടിലോ അവര് വന്ന് ബോർഡ് ചെയ്ത് ക്യാപ്റ്റൻ ആയിരിക്കും കമാൻഡില്, ബട്ട് അവരുടെ ഗൈഡൻസോട് കൂടി. പിന്നെ ചില ബോട്ടിലൊക്കെ ക്യാപ്റ്റന് ലാംഗ്വേജ്, ഈ ടഗ് ബോട്ടൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും, ഇംഗ്ലീഷ് തന്നെ ആവണമെന്നില്ല. അപ്പോ ക്യാപ്റ്റന് ആ ലോക്കൽ ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത് കാരണം പിന്നെ അതുപോലെ പോർട്ടിലെ ആൾക്കാര്, പോർട്ടിലെ ഷിപ്പിനെ ബെർത്തിലേക്ക് ആക്കുമ്പോ അവിടെ മൂറിങ്ങിനായിട്ട് വരുന്ന ആൾക്കാര് അവരോടൊക്കെ സംസാരിക്കണം. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റന് ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ, ആ രാജ്യത്തെ ആളല്ലെങ്കിൽ. അപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിട്ട് ലാംഗ്വേജ് അറിയുന്ന ഒരാളും കൂടി ആയിരിക്കണം. അപ്പോ പൈലറ്റിനാകുമ്പോൾ, ലോക്കൽ പൈലറ്റ് ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം. പിന്നെ പോർട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, മെയിൻ ആയിട്ട് പോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആൾക്കറിയുന്നതുകൊണ്ട് ആള് ഗൈഡ് ചെയ്യാനായിട്ട് വരികയാണ്. അപ്പോൾ ആളാണ് ക്യാപ്റ്റന്റെ പ്രസൻസിൽ ടഗ് ബോട്ടിനോടൊക്കെ സംസാരിക്കുന്നതും ഓർഡർ കൊടുക്കുന്നതും മോറിംഗ് മാനോടൊക്കെ സംസാരിക്കുന്നതും ആളാണ്. ഓക്കെ. അത് സാർ ഇത്രയും വിവരം പറഞ്ഞ വലിയ ഉപകാരമാണ്. കാരണം എനിക്കറിയാന്നുള്ളത്, കാരണം ഈ ലാംഗ്വേജ് സാർ പറഞ്ഞത് പോയിന്റ് ആണ് കേട്ടോ. കാരണം ഇവിടെ നിലവിൽ എല്ലായിടത്തും ഇംഗ്ലീഷ് നിർബന്ധം ഇല്ലല്ലോ. ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലാംഗ്വേജ് മാറും. അപ്പൊ അത് ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂടും. ഇറീന കൊണ്ടുവരുന്നത് ഇപ്പൊ ഒരു റഷ്യൻ മാസ്റ്റർ ആയിരുന്നെങ്കിൽ, പൈലറ്റ് ഇല്ലെങ്കിൽ ആൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അതെ. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഷിപ്പ് ബർത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അതെ. പിന്നെ നമുക്ക് സാറ് ലോകത്തിലെ എല്ലാ പോർട്ടിലും, അതായത് വൻകിട പോർട്ടിലും എല്ലാ പോർട്ടിലും പോവാറുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലാണ് സാർ ക്യാപ്റ്റനാണ്. അപ്പൊ എനിക്ക് ചോദിക്കേണ്ടത് നമ്മുടെ ഈ ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ സാർ കുറേ പോർട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഈ നിലവിൽ ഏറ്റവും, അതായത് എനിക്ക് തോന്നുന്നത്, എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് വലുതായിട്ട് അറിയില്ല, എന്നാലും ഒരു പോർട്ടിന്റെ പെർഫോമൻസ് തീരുമാനിക്കുന്നത് ടേൺ അറൗണ്ട് ടൈം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വളരെ ഫാസ്റ്റ് ടേൺ അറൗണ്ടിങ് ഉള്ള ഒരു പോർട്ട് സാറിന്റെ അനുഭവത്തിൽ ഏതാണെന്നൊന്ന് പറയാമോ സാർ? പല പോർട്ടുകളും ഉണ്ട് ഇന്നത്തെ കാലത്ത്. കണ്ടെയ്നേഴ്സിന് ഒരു പെർ അവറേജ് ഒരു എന്താ പറയാ 25 to 35 കണ്ടെയ്നേഴ്സ് പെർ അവർ ഡീൽ ചെയ്യുന്ന ഫെസിലിറ്റിയുള്ള അത്രയ്ക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകളുണ്ട്. അത് ഒരെണ്ണമൊന്നുമല്ല, ചൈനയിലൊക്കെ പല പോർട്ടുകളും ഭയങ്കര ഫാസ്റ്റാണ്. സിംഗപ്പൂർ ഫാസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ എവിടെയാ, കൊറിയയിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഈ ഏകദേശം ഇതാണ് റേറ്റ്. പിന്നെ റേറ്റ് ടേൺ അറൗണ്ട് കുറവുള്ളതെന്ന് പറഞ്ഞാല് അപ്പൊ ആ പെർ അവർ കണ്ടെയ്നേഴ്സ് കുറയും. അതായത് ചിലപ്പോൾ ഒരു 15 to 20 കണ്ടെയ്നേഴ്സ് ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടുള്ളൂ. അത് പോർട്ടിന്റെ ഫെസിലിറ്റി അനുസരിച്ച് അവിടെയുള്ള ഗാൻട്രിയുടെ ക്രെയിനില്ലേ, അതിന്റെ അത് എത്ര പഴയതാണ്, എത്ര പുതിയതാണ്, എത്ര അഡ്വാൻസ് ടെക്നോളജി ഉള്ളതാണ്. പലയിടത്തുമൊക്കെ ഓപ്പറേറ്റർ ഇല്ലാണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഗാൻട്രി ക്രെയിനും പിന്നെ ഈ കണ്ടെയ്നർ കൊണ്ടുവരുന്ന ട്രക്കുകളുള്ള പോർട്ടുകളുണ്ട്. ചൈനയിലുണ്ട്, നെതർലാൻഡ്സ് റോട്ടർഡാമിലുണ്ട്, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബനിലുണ്ട്, പലയിടത്തും ഉണ്ട് ട്രക്കൊക്കെ പോണത്. അവിടെയാണോ അഭിലാഷിനെ എത്ര അറിയാന്ന് എനിക്കറിയില്ല. കണ്ടെയ്നർ നമ്മുടെ യാർഡിൽ സ്റ്റാക്ക് ചെയ്തിട്ട് അവിടുന്ന് ട്രക്കിൽ മുകളിൽ വെച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് ഷിപ്പിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഗാങ്ടറി വന്ന ക്രെയിൻ വന്ന് എടുത്താണ് ഷിപ്പിൽ വെക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞ ട്രക്കുകള് ആളില്ലാത്ത, ഡ്രൈവർ ഇല്ലാത്ത ട്രക്കുകൾ
ആ അപ്പൊ ഈ ഡ്രൈവർ ഇല്ലാത്ത ട്രക്ക് വരുമ്പോ നമുക്ക് ഇപ്പൊ നമ്മുടെ പോർട്ടിനെ ഇപ്പൊ നിലവിൽ ഈ STS ക്രെയിനുകളും ഈ യാർഡ് ക്രെയിനുകളും നിലവിൽ അറിയപ്പെടുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിനുകളാണ്. പക്ഷെ നമ്മുടെ പോർട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് പോർട്ടല്ല. അപ്പൊ എനിക്കൊന്ന് ഡ്രൈവർ ഉള്ള ട്രക്ക്, അതായത് ഡ്രൈവർ ഇല്ലാത്ത ട്രക്ക് ഉള്ള പോർട്ടുകളെ വേണമെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് പോർട്ട് എന്ന് പറയാൻ സാധിക്കുമോ സാറേ? പറയും, പക്ഷെ അവിടെ ടേൺ അറൗണ്ട് കൂടുതൽ അതുകൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ടേൺ അറൗണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലും അതിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫിസിക്കലായിട്ട് ഒരാൾ ഇരുന്ന് ചെയ്യുന്ന അത്ര സ്പീഡിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതൊരു ഡിബേറ്റിനുള്ള വകയാണ്. അത് ചെയ്യാൻ പോണില്ല. പക്ഷെ അങ്ങനത്തെ ഇതില്ലാത്ത, അതായത് ഫുള്ളി ഓട്ടോമാറ്റഡ് അല്ലാത്ത പോർട്ടുകളും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പലയിടത്തും ഉണ്ട്. ഇന്ന ഒരു പോർട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ആവറേജ് ഒരു 25 to 30 കണ്ടെയ്നേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. പിന്നെ ചില ബോട്ടുകളിലൊക്കെ ട്വിൻ ലിഫ്റ്റ് എന്ന് പറയും. 2 കണ്ടെയ്നർ 20 ഫുട്ട് കണ്ടെയ്നർ രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗാൻട്രി ഒക്കെ ഉള്ളത്, അങ്ങനത്തെ ഗാൻട്രി ക്രെയിനുകൾ ഉള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി കൂടും. ഒരു സംശയം, ഈ 25 കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗാൻട്രി ക്രെയിൻ എന്ന് പറയുമ്പോൾ അത് എത്ര ഒരു മണിക്കൂറിലാണോ, എങ്ങനെയാ സാർ അത് ടൈം? അത് സാറ് പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ്. 1 മണിക്കൂറിൽ നമ്മൾ എത്ര കണ്ടെയ്നർ ലോഡ് ചെയ്യോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യോ എന്നുള്ളത് നോക്കിയിട്ടാണ് അതിന്റെ ഒരു ട്രെയിനറോട് പറയാം. അപ്പോ ആ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു 25 കണ്ടെയ്നർ അല്ലെങ്കിൽ 30 കണ്ടെയ്നർ ഒക്കെ 1 മണിക്കൂറിൽ. ആ ഒരു ബേസിസിലാണ് ടേൺ അറൗണ്ട് സാധാരണ പറയുന്നത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പൊ അത് അതിലും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. ഇപ്പൊ 1 മണിക്കൂറിൽ 30-35 ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അവിടുത്തെ ടേൺ അറൗണ്ട്, അതായത് അത്രയും പെട്ടെന്ന് അവർക്ക് അത്രയും കണ്ടെയ്നർ ലോഡിംഗ് ഡിസ്ചാർജ് ചെയ്ത് കഴിക്കാം. അവർക്ക് അവിടെ നിന്ന് ഷിപ്പിനെ പറഞ്ഞു വിടാം, അടുത്ത ഷിപ്പിനെ കയറ്റാം. അതെ, അതായത് നമ്മുടെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും അത് കൊണ്ടുപോകുന്ന ട്രെയിലർ ലോറിയിൽ ഡ്രൈവർ ഉൾപ്പെടെ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമാണ്, സ്പീഡ് ആണെങ്കിൽ മാത്രമാണ് ആ പോർട്ടിന്റെ ടേൺ അറൗണ്ട് ടൈം കൂടുള്ളൂ, ഇല്ലേ സാർ? അതെ, ക്രെയിനിന്റെ മാത്രം ഫാസ്റ്റ് ആയതുകൊണ്ട് കാര്യമില്ല. ഇത് ക്രെയിനിന്റെ താഴേക്ക് എത്തിക്കുന്ന ട്രക്കുകളും ആ ട്രക്കുകൾ എന്തുമാത്രം ഉണ്ടോ അത് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഉണ്ട്. അവിടെ ക്രെയിനിന്റെ അടിയിൽ ഒരു കണ്ടെയ്നർ ഷിപ്പ് കൊണ്ടുവച്ച് ആ ക്രെയിൻ തിരിച്ചു വന്ന് അടുത്ത കണ്ടെയ്നർ എടുക്കാനായിട്ട് താഴെ കണ്ടെയ്നർ റെഡി ആണെങ്കിൽ മാത്രമാണ് അപ്പോഴല്ലോ. അല്ലെങ്കിൽ ആ ക്രെയിനോടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അടുത്ത ട്രക്കിൽ അടുത്ത കണ്ടെയ്നർ വരുന്നവരെ. ടേൺ അറൗണ്ട് കുറയും. അതെല്ലാം സജ്ജീകരിച്ച് വരുന്ന ക്രെയിൻ പോർട്ടാണെങ്കിൽ നല്ലതായിരിക്കും, കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, എനിക്ക് അത് കാരണം ഡീറ്റെയിൽ ആയിട്ട് സാർ പറയുന്നുണ്ട്. സാർ കുറെ പോർട്ടിൽ പോയിട്ടുള്ളത്, നമ്മളെ വിഴിഞ്ഞം പോർട്ട് മാത്രമാണ് നമ്മൾ നിലവിൽ കണ്ടുള്ളത്, അപ്ഡേഷൻ ഉള്ളതും. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, സാർ എത്ര വർഷമായി ഈ ഫീൽഡിൽ ഉള്ളത്? എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ 29 years ആയി ഫീൽഡില്. സാറ് ആദ്യമായി ഏത് കപ്പലിലാണ് വർക്ക് ചെയ്തത്? എങ്ങനെയാണ് ഈ ക്യാപ്റ്റൻ റാങ്കിലേക്ക് എത്തിച്ചേർന്നത്? അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ട്രെയിനി ഡെക്കേഡറ്റ് എന്ന് പറയും. നമ്മൾ ആദ്യമായിട്ട് ക്യാപ്റ്റന്റെ റാങ്കിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ ആദ്യം വരുന്ന ഡെക്കേഡറ്റ് ട്രെയിനി ആയിട്ടാണ് നമ്മൾ ഷിപ്പിൽ ജോയിൻ ചെയ്യുക. അതിനു മുമ്പ് നമ്മൾ ഷോറിൽ നമുക്ക് പ്രീ സീ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രെയിനിങ് ഉണ്ട്. അതിൽ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ ഷിപ്പിൽ വരും ട്രെയിനി ആയിട്ട് ഇത്ര പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്, അതായത് സെയിലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയും, അത് ട്രെയിനിങ് ആയിട്ടുള്ള സെയിലിംഗ് എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഷോറിൽ പോയി നമ്മൾ വീണ്ടും എക്സാം പാസ്സായി നമ്മൾ ഓഫീസർ ആവും. ഓഫീസർ ആയി കഴിഞ്ഞാൽ ഓഫീസർ പല സ്റ്റെപ്പുകളുണ്ട്. 3rd ഓഫീസർ, 2nd ഓഫീസർ, ചീഫ് ഓഫീസർ, അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻ വരിക. ഓരോ റാങ്ക് കഴിയുമ്പോഴും നമ്മൾ എക്സാം എഴുതി പാസ്സായി ക്ലിയർ ചെയ്ത് കോളേജ് അറ്റൻഡ് ചെയ്ത് നമ്മൾ അടുത്ത റാങ്കിലേക്കുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി COC എന്ന് പറയും, അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത റാങ്കിലേക്ക് എലിജിബിൾ ആവുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ കമ്പനി നോക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്തുമാത്രമുണ്ട്, ഹൗ വി ആർ പെർഫോമിങ്, അക്കോർഡിംഗ് ടു ദാറ്റ് അവർ നമുക്ക് പ്രൊമോഷൻ തരും. അങ്ങനെ തന്ന് നമ്മൾ ഫൈനലി നമ്മൾ ഈ ക്യാപ്റ്റന്റെ എക്സാമും കാര്യങ്ങൾ എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് ക്യാപ്റ്റൻ ആവാനുള്ള എലിജിബിലിറ്റി കിട്ടുക. നമുക്ക് ആ COC സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി എന്ന് പറയും, അത് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് സീ ടൈം ഒരു എക്സാം എഴുതാനും സീ സർവീസ് എന്ന് പറയും, അത് ആ ഒരു പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ആയി നമുക്ക് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് നല്ലതാണെങ്കിൽ കൂടി നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ചീഫ് ഓഫീസറായിട്ട്. അതിന്റെ താഴത്തെ ചീഫ് ഓഫീസറാണ്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് കമ്പനി ഒരു പക്ഷേ അപ്പൊ പ്രൊമോഷൻ ഒന്നും വരില്ല. നമുക്ക് കുറച്ച് നാൾ വീണ്ടും ചീഫ് ഓഫീസറായിട്ട് തന്നെ സെയിൽ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ആയി നമ്മൾ ഒരു ഷിപ്പ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, കമാൻഡ് എടുക്കാനായിട്ട് റെഡി ആയെന്ന് കമ്പനിക്ക് ബോധ്യമായാൽ മാത്രമേ നമുക്ക്
ക്യാപ്റ്റനായിട്ട് തരികയുള്ളൂ. നമ്മുടെ ക്യാപ്റ്റനായിട്ട് തരുമ്പോഴും നമുക്ക് ആദ്യം ചെറിയ ഷിപ്പുകളായിരിക്കും തരിക, പിന്നെ പതുക്കെ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ഷിപ്പ് തരും. അങ്ങനെ വന്ന് ഫൈനലി ആണ് നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക. ഇപ്പൊ നമ്മുടെ ഈ MSC നമ്മുടെ ഈ അയർനാഥോണ്ട കപ്പല് ആദ്യമായിട്ട് നീറ്റിൽ ഇറങ്ങിയ സമയം സാറ് തന്നെ ആയിരുന്നില്ല എന്റെ ക്യാപ്റ്റൻ? അതെ, ഞാനായിരുന്നു. സാറ് തന്നെ ആയിരുന്നു. അപ്പൊ സാർ പുതിയ ഷിപ്പ് ഇറങ്ങിയപ്പോ ആ ഒരു എന്താ പറയാ, നിലവിലെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയാൻ കാരണം, എന്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്, എനിക്കത് കറക്റ്റാണെന്ന് അറിയില്ല, പറയാൻ കാരണം എനിക്ക് തോന്നുന്നു MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 6 കപ്പലുകൾക്ക് ഒരേ സമയം ഓർഡർ കൊടുത്തെന്നും അതിൽ ആദ്യം ഇറങ്ങിയ ഷിപ്പാണ് അയർന എന്നാണ് എന്റെ അറിവ്. അത് എനിക്കറിയില്ല സാർ, അത് അങ്ങനെ തന്നെയാണോ? ഒന്ന് ശരിയാണ്. 2023 അവര് ഇറക്കിയ ഞങ്ങള് സിസ്റ്റർ ഷിപ്സ് എന്ന് പറയും. അതായത് സെയിം കപ്പാസിറ്റി ലോഡിംഗ് കപ്പാസിറ്റി കണ്ടീഷനിൽ ഇറക്കണ സെയിം മെഷർമെന്റ്സ് ഉള്ള ഷിപ്പുകളെയാണ് അവര് അങ്ങനെ ഒരു ക്ലാസ് ഷിപ്പ് ഇറക്കിയാലാണ് അതിനെയാണ് സിസ്റ്റർ ഷിപ്സ് എന്ന് പറയും. അതില് ഇപ്പൊ 2023 വരെ ഇറക്കിയതിൽ 6 ഉണ്ടായിരുന്നു. അതില് ആദ്യം ഇറങ്ങിയത് MSC അരീനയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആദ്യത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇപ്പോ അത് ഇറങ്ങിയപ്പോ അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മള് ആദ്യം ഇറങ്ങിയ 6 ഷിപ്പ് ഇറങ്ങിയ ഏറ്റവും വലിയ ഷിപ്പുകളിൽ ആദ്യത്തെ എന്ന് പറയേണ്ടി വരും. കാരണം ഓൾറെഡി സെയിം സൈസിൽ ബാക്കി 5 കൂടിയുണ്ട്, എല്ലാം MSCയുടെ തന്നെ. അതെ, 5 കൂടെ. അപ്പൊ എല്ലാം സെയിം സൈസ് തന്നെയാണ്. സെയിം സൈസ് തന്നെയാണ്, സെയിം കണ്ടെയ്നർ കപ്പാസിറ്റി. ബേസിക്കലി കണ്ടെയ്നർ ഷിപ്പില് നമ്മള് സൈസിനേക്കാൾ ഉപരി കണ്ടെയ്നർ എത്ര ക്യാരി ചെയ്യാം അതിന്റെ ബേസിസിലാണ് സൈസ് പറയുന്നത്. അതെ, എത്ര TUV അതിൽ ഉൾക്കൊള്ളാൻ പറ്റും ആ കപ്പലിന് പറ്റും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എത്ര സൈസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ സൈസ് വെച്ച് നോക്കുമ്പോഴും കണ്ടെയ്നേഴ്സിൽ ഈ സൈസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിൽ ഉള്ളത്. അതെ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിലവിലെ നമ്മുടെ ഡ്രാഫ്റ്റ് 16.2 മീറ്റർ ആണ് MSC അയർന നിലവിൽ എന്നാണ് എനിക്ക് അറിയാത്തുള്ളത്. ശരിയല്ലേ സാർ? അത് അതെയാണ്. അപ്പൊ നിലവിൽ നമ്മൾ ഈ ഡ്രാഫ്റ്റ് ഈ 16.2 മീറ്റർ വരുന്ന കുറെ ഘടകങ്ങൾ കാണുമല്ലോ, അത് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് കണ്ടെയ്നർ എന്ന് നമുക്കറിയാം, കണ്ടെയ്നറിന്റെ വെയിറ്റ്, അതൊന്ന് സാർ ഒന്ന് പറയാമോ സാറേ? കണ്ടെയ്നറിന്റെ വെയിറ്റ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ ഷിപ്പിന്റെ വെയിറ്റ് ഉണ്ട്, ഷിപ്പിലുള്ള സ്റ്റോഴ്സ്, സ്പെയർസ്, കാര്യങ്ങള്, എക്യുപ്മെന്റ്സിന്റെ ഒക്കെ വെയിറ്റ് ഉണ്ട്. കോൺസ്റ്റന്റ് വെയിറ്റ് ആണ്. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം, നമ്മൾ പല ഷിപ്പും നമ്മൾ ട്രാക്ക് ചെയ്യാൻ സമയത്ത് സിംഗപ്പൂരിൽ നിലവിൽ 15 മീറ്റർ ആയിരിക്കും ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് ഉള്ളത്. പക്ഷെ നമ്മുടെ പോർട്ടിന്റെ പുറത്ത് ആങ്കറിംഗിലായി വരുമ്പോൾ തന്നെ ചിലപ്പം അത് 14.8 മീറ്റർ ഒക്കെ ആവും. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെയാ ഡ്രാഫ്റ്റ് കുറയുന്നുള്ളത്. അപ്പോഴാണ് ഞാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് ഫ്യൂൽ കൺസംഷൻ ആണ്. നമ്മൾ ഫുൾ സ്പീഡിൽ വരികയാണെങ്കിൽ നമ്മുടെ ഫ്യൂവല് ഷിപ്പിന്റെ സൈസ്, എഞ്ചിന്റെ കൺസംഷൻ അനുസരിച്ചിട്ട് അതില് ഫ്യൂവല് നന്നായിട്ട് കൺസംഷൻ വരാം. വലിയ ഷിപ്പുകൾക്കൊക്കെ 150 ടൺസ് to 200 ടൺസ് കൺസംഷൻ വരാം. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വരാം. ഡ്രാഫ്റ്റ് കുറയാം. നമ്മൾ എന്തെങ്കിലും കൺസ്യൂം ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷിപ്പ് പൊങ്ങുമല്ലോ കുറച്ച്, അപ്പൊ ഡ്രാഫ്റ്റ് കുറയാം. അല്ലെങ്കിൽ ഷിപ്പിൽ ബാലസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് പെർഫെക്റ്റ് ആക്കാനായിട്ട് ലോഡിങ് കഴിയുമ്പോ എന്നല്ല, ആ ലോഡ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഷിപ്പ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഷിപ്പിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയും, അത് പ്രോപ്പർ ആക്കാനായിട്ട് ബാലസ്റ്റ്, അതായത് സീ വാട്ടർ ടാങ്കുകളിൽ നിറച്ചിട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് എല്ലാ ഷിപ്പുകൾക്കുണ്ട്. അപ്പൊ അത് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞാല് നമുക്ക് കൂടുതൽ എത്രത്തോളം കളയുന്നു അത്രത്തോളം നമുക്ക് കാർഗോ ലോഡ് ചെയ്യാൻ പറ്റും. സേഫ്റ്റി അനുസരിച്ച് നമ്മൾ എത്രക്ക് മാറ്റാൻ പറ്റും, അത്ര മാറ്റിയാൽ നമുക്ക് അത്രയ്ക്ക് കണ്ടെയ്നർ കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കണ്ടെയ്നറിന്റെ വെയിറ്റ്, പിന്നെ ഫ്യൂവൽ കൺസപ്ഷൻ, രണ്ടാമത് ഈ ബലാക്സ് വാട്ടർ, ഇതിന്റെ 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഡ്രാഫ്റ്റ് പോകുന്നത്, അല്ലേ സാറേ? അതെ, ഓക്കെ. അപ്പൊ നമ്മള് ഈ സീ റഫ് ആണെങ്കിൽ നമ്മൾ ബലാക്സ് വാട്ടർ കൂടുതൽ കയറ്റി നമ്മൾ ഷിപ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും, അങ്ങനെ തന്നെയല്ലേ? കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. ചിലപ്പോൾ കുറയ്ക്കുമ്പോഴായിരിക്കും കണ്ടീഷൻ ബെറ്റർ ആവുക, ചിലപ്പോൾ കൂട്ടുമ്പോഴായിരിക്കും. അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ്. നമുക്കിപ്പോ കറക്റ്റ് ആയിട്ട് കൂട്ടുമ്പോഴേ ശരിയാവുള്ളൂ പറയാൻ പറ്റില്ല. ചില കണ്ടീഷനിൽ കുറയ്ക്കുമ്പോഴായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ MSC ജെയ്ഡ് സർവീസ് എനിക്ക് തോന്നുന്നു ബൊസാൻ ഫോർട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു വിശ്വാസം. നമ്മൾ മാപ്പ് നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ചൈനയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എനിക്ക് സൗത്ത് കൊറിയയിലെ ബുസാൻ പോർട്ട് അല്ല. ചൈനയിലെ ഏതെങ്കിലും ഒരു പോർട്ടിൽ നിന്നാണ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുക. ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അടുത്ത പോർട്ട് അത് നമ്മൾ വോയേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ആ ബേസിസില്ല. ചൈനയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുസാനിൽ പോയി പുസാനിൽ നിന്ന് വീണ്ടും ചൈനയിലെ പോർട്ടുകളിൽ വന്ന് സിംഗപ്പൂർ വഴി ഇപ്പൊ ഇവിടെ വിഴിഞ്ഞം ആഡ് ചെയ്ത്. മുമ്പ് ജെറ്റ് സർവീസിൽ വിഴിഞ്ഞം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചു നാളെ ആഡ് ചെയ്തിട്ട് പിന്നെ യൂറോപ്പിലേക്ക് പോകും, പിന്നെ തിരിച്ച് വീണ്ടും വരും. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥിരം പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ചൈനയിൽ പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചൈന ആയതുകൊണ്ടാവാം. അവിടെ നിന്നും മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ സെയിലിംഗ് ഇങ്ങനെ പോകാൻ വേണ്ടിയായിരിക്കും മിക്ക ഷിപ്പുകളും അവിടെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും സാർ. അതെ അതെ, അത് ശരിയാണ് പറഞ്ഞത്. നമ്മള് ഇവിടെ നിന്ന് പോകുമ്പോ നമ്മള് ഓൾമോസ്റ്റ് ഫുള്ളി ലോഡഡ് ആയിട്ടായിരിക്കും പോവുക. അവിടെ നിന്ന് വരുമ്പോ നമ്മൾ അത്രയ്ക്ക് ലോഡഡ് അല്ല. യൂറോപ്പ് നിന്ന് തിരിച്ചു വരുമ്പോ, ഞാൻ ഈ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്ന് വരുമ്പോ ഇതില് എം ടി കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ എം ടി കണ്ടെയ്നേഴ്സ് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ചൈനയിൽ ഇറക്കി അവിടെ നിന്ന് നമ്മൾ ലേഡൻ കണ്ടെയ്നേഴ്സ് കാർഗോ കയറ്റി വീണ്ടും അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈസ്റ്റ് വെസ്റ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു സർവീസ് തന്നെയാണ് ഈ ജെഡ് സർവീസ് എന്ന് പറയുന്നത്. അതെ അതെ, അതുപോലെ തന്നെ സാർ ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസ് എന്നൊരു സർവീസ് കൂടി നമ്മുടെ പോർട്ടിൽ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് തോന്നുന്നു അൾട്രാ ലാർജ് വെസലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സർവീസ് എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെയല്ലേ? അതോ? ഉണ്ട്, അൾട്രാ ലാർജ് അതിലുണ്ട്, അതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ഇത് അതിലുണ്ട്. ആണോ? ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ടെയ്നർ കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ കപ്പൽ, അതായത് അൾട്രാ ലാർജ് വെസൽ സീരീസ് അങ്ങനെ തന്നെയല്ലേ പറയുക? അതെ, അങ്ങനെ തന്നെ പറയാം. അപ്പൊ നമ്മൾ ഈ മെഗാ മാക്സ് എന്ന് പറയുന്നത് എന്തുവാ, അത് ഇതില് ചെറുതാണോ? അങ്ങനെ ചോദിച്ചാല് ഷിപ്പുകളിൽ പല സൈസുകളുണ്ട്. അത് കണ്ടെയ്നറിൽ മാത്രമല്ല എല്ലാത്തിലും വരും. അത് ഒന്ന് പനമാക്സ് എന്ന് പറയും. അതായത് പനാമ കനാലിൽ കൂടെ പോവാൻ പാകമുള്ള സൈസ് ഉള്ള ഷിപ്പുകളെയാണ് പനമാക്സ് എന്ന് പറയുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ സൂയസ് കനാലിൽ കൂടെ പാസ് ചെയ്യുന്ന ഷിപ്പുകളെ മെഗാമാക്സ് എന്ന് പറയും. പിന്നെ സാധാരണ രീതിയിൽ അതിലും വലിയ വലിയ ഷിപ്പുകളെ ഈ ടാങ്കേഴ്സ് ആയാലും കണ്ടെയ്നേഴ്സ് ആയാലും അൾട്രാ ലാർജ് ഇതിൽ അതിന്റെ സൈസ് അനുസരിച്ച് അതിനെ ഉൾപ്പെടുത്തി പറയും. ഇനി ഞാന് വേറൊരു സംശയം. ഇപ്പൊ നമ്മളെ ഷിപ്പിന് 16.2 മീറ്റർ ആണ് നിലവിൽ ഡ്രാഫ്റ്റ് ഉള്ളത്. അപ്പോൾ നിലവിൽ കപ്പൽ നമ്മൾ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ഹെവി ലോഡുള്ള വണ്ടികളെല്ലാം ചിലപ്പോൾ സൈഡ് കൊടുക്കാതെ എന്തെങ്കിലും റോഡിൽ എന്തെങ്കിലും പറ്റിയ സെന്ററിലൂടെയൊക്കെ പോകാറുണ്ട്. പക്ഷെ നമ്മുടെ ഈ കപ്പൽ ചാലിലൂടെ ഇപ്പൊ ഡ്രാഫ്റ്റ് കുറഞ്ഞ സ്ഥലം വരുമ്പോൾ നമുക്ക് ആ കപ്പലിലെ സിസ്റ്റം ഉണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ. അതെങ്ങനെയാ സാർ? അതായത് ഇപ്പൊ നമുക്ക് 16.2 മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട്, നിലവില് ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കപ്പൽ ചാല് സെലക്ട് ചെയ്യാൻ നിർത്തത് എങ്ങനെയാ സാർ അത് പോകുന്നത്? അത് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആഴം കൂടിയ ഭാഗത്തോട്ട് പോകാനല്ലേ പറ്റുന്നത്? കപ്പൽ ചാല് എന്നുള്ളത് അതിലൊരു ഇന്റർനാഷണൽ കൊറിഡോർ പോലെ ഉണ്ടെന്നുള്ളത് പറയണം. നമുക്ക് കടലില് അല്ലെങ്കിൽ സമുദ്രത്തിൽ നമുക്ക് ഏതിയോടെ വേണമെങ്കിൽ നമ്മുടെ സേഫ്റ്റി അനുസരിച്ച് ഷിപ്പിന് പോകാനുള്ള ആഴം ഉണ്ടെങ്കിൽ നമുക്ക് ഏതിയോടെ വേണമെങ്കിലും പോവാം. ഓക്കെ, ഇത് എത്ര ആഴുണ്ടെന്ന് നമുക്ക് അറിയാം. അതിന്റെ താഴെ എത്ര ആഴുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഷിപ്പിൽ നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ് ഉണ്ട്. എക്കോ സൗണ്ടർ എന്ന് പറയും. എക്കോ സൗണ്ടർ അത് എക്കോ ജനറേറ്റ് ചെയ്ത് താഴത്തേക്ക് വിട്ട് സീബെഡിൽ തട്ടി തിരിച്ച് നമ്മുടെ ഷിപ്പിലേക്ക് തന്നെ വരുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്രയാണ് നമ്മുടെ ഷിപ്പിന്റെ താഴെ മുതൽ സീബെഡ് വരെ ഉള്ള ആഴം ക്ലിയറൻസ് എത്രയാന്നുള്ളത് അതിൽ കാണിക്കും. അപ്പൊ നമ്മൾ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണിക്കും നമ്മുടെ ഇതിന് താഴെ എത്രയാണ് ക്ലിയറൻസ്, എത്ര മീറ്റർ ആണ് ക്ലിയറൻസ് എന്നുള്ളത് അതിൽ കാണിക്കും. അതിൽ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പൊ നമുക്ക് നിലവിൽ ഈ 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പലാണെങ്കിൽ നമുക്ക് മാക്സിമം എത്ര മീറ്റർ വരെ വേണമായിരിക്കും? 17 മീറ്ററോ അല്ലെങ്കിൽ ഒരു പോവേണ്ട ഒരു സ്ഥലം കാണുമല്ലോ? അതായത് ഇതിന് മിനിമം എത്രയാണ് വേണ്ട? നിലവിൽ 17 മീറ്ററുള്ള ഈ ഡ്രാഫ്റ്റുള്ള അടുത്ത് പോകാൻ സാധിക്കുമോ നമുക്ക്? അത് നമ്മൾ ഈ 16 മീറ്റർ ഡ്രാഫ്റ്റുള്ള കപ്പൽ പോകുന്ന കപ്പൽ ചാൽ അല്ലെങ്കിൽ കടലിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ മിനിമം അവിടെ മാക്സിമം അവിടെ 17 മീറ്റർ ഡ്രാഫ്റ്റേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ 1 മീറ്റർ ക്ലിയറൻസ് വെച്ചിട്ട് നമുക്ക് ഈ കപ്പൽ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. കുറച്ച് ബുദ്ധിമുട്ടാണ് അതിന്. അപ്പോ നമ്മള് കപ്പലിന് ഓൾറെഡി 16 മീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ മൂവ് ചെയ്യുന്ന സമയത്ത് ഷിപ്പ് ഒന്നുകൂടിയും അതിന്റെ എഫക്ട് ഉണ്ട്. സ്ക്വാട്ട് എഫക്ട് എന്ന് പറയും. കുറച്ചും കൂടി താഴാൻ ചാൻസ് ഉണ്ട്. അപ്പോ പോർട്ടിന് ചില റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഒരു ഷിപ്പ് വരികയാണെങ്കിൽ ഇത്ര ക്ലിയറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഷിപ്പിനെ കൊണ്ടുവരാൻ ഉള്ളിലേക്ക് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കമ്പനിക്ക് റിക്വയർമെന്റ്സ് ഉണ്ടാവും. അവരുടെ ഷിപ്പുകളിലെ സേഫ്റ്റി നോക്കിയിട്ട് അവര് തീരുമാനിക്കും. ഓക്കെ, ഞങ്ങളൊരു പോർട്ടിൽ വരുമ്പോ വരണ ചാനലിലും ബെർത്തിലാണെങ്കിലും
ഇതിന് താഴെ ഇത്ര ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർക്കും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് 1 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 1 മീറ്ററിലൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ചെറിയ ഷിപ്പുകളൊക്കെ ആണെങ്കിൽ ചെയ്യാം. വലിയ ഷിപ്പുകളാകുമ്പോൾ അതിന്റെ കുറച്ചുകൂടി എഫക്റ്റ് ഇതാവും, വ്യത്യാസം വരും. അപ്പോ കുറച്ചുകൂടിയും കൂടുതൽ 2 മീറ്റർ 3 മീറ്റർ ഒക്കെ ക്ലിയറൻസ് കൂടിയും ഉള്ളതായിരിക്കും കുറച്ചുകൂടി സേഫ്. അതായത് സാറ് പറഞ്ഞ അങ്ങനെയാണെങ്കിൽ 16 മീറ്ററെങ്കിലും മിനിമം അഡീഷണൽ 3 മീറ്ററെങ്കിലും ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ബർത്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കൊണ്ടുപോകാനായി സാധിക്കുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞാല് ചില സിറ്റുവേഷൻസിൽ ടൈഡ് ഉണ്ടല്ലോ, വേലിയേറ്റം വേലിയിറക്കും. അത് ഹൈ ടൈഡ് വരുന്ന സമയത്താണെങ്കിൽ വെള്ളം കൂടുതൽ ഉണ്ടാവും. അപ്പോ നാച്ചുറൽ ആയിട്ടുള്ള ഡെപ്തിനേക്കാളും ചിലപ്പോ ചില ഹൈ ടൈഡുകള് 2 മീറ്റർ 3 മീറ്റർ ചില ഏരിയ അനുസരിച്ച്, എനിക്ക് ഇവിടുത്തെ അറിയില്ല, അതനുസരിച്ച് 4 മീറ്റർ ഒക്കെ ടൈഡ് തരുന്ന ബോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈഡിൽ കൂടിയ സമയത്ത് നമ്മൾ ഷിപ്പുള്ളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. കാരണം പലർക്കും എനിക്കും സംശയം ഉണ്ടായിരുന്നു, നമുക്ക് മിനിമം ക്ലിയറൻസ് മിനിമം ഒരു 2-3 മീറ്റർ എങ്കിലും വേണ്ടി വരും യഥാർത്ഥത്തിൽ അഡീഷണൽ ആയിട്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പോർട്ടിനകത്ത് കയറ്റുന്ന മാത്രമല്ല നമ്മൾ കടലിലൂടെ പോകുമ്പോഴും ആ ഒരു ക്ലിയറൻസ് അത്യാവശ്യമാണ്, അല്ലേ സാർ? കടലിൽ പോകുമ്പോ പിന്നെ ഇത് ഡെപ്തിന്റെ എത്ര ഇഷ്യൂ വരുന്നില്ല. നമ്മുടെ കൂടിയ സ്ഥലത്തൂടെ തന്നെയാണ് പോകുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഒഴിവാക്കി നമ്മുടെ പ്ലാൻ പാസേജ് പ്ലാൻ നമ്മൾ റെഡിയാക്കുമ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് റെഡിയാക്കുന്നത്. അങ്ങനെയുള്ള ഇതിലേ നമ്മൾ പോവുള്ളൂ. സ്ഥിരം പോകുന്ന റൂട്ട് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ. ഒരു പോർട്ടിൽ നിന്ന് നമ്മൾ അടുത്ത പോർട്ടിലേക്ക് പോകണേറ്റ് മുമ്പ് നമ്മൾ ആ പോർട്ടിലേക്ക് ഏത് റൂട്ടിൽ കൂടെ പോകേണ്ടെന്നുള്ള പാസേജ് പ്ലാൻ എന്ന് പറയും. അടുത്ത പാസേജിലുള്ള പ്ലാൻ അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിരിക്കും. ആ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് എത്ര ഇന്ന സ്ഥലങ്ങളിൽ ഇന്നായിരിക്കും നമ്മുടെ ഇതിന് താഴെ എത്ര ക്ലിയറൻസ്. ഓഷ്യനിലൊക്കെ ആണെങ്കിൽ ഡീപ്പ് ഓഷ്യൻ ആണ്, നമുക്ക് കുഴപ്പമില്ല. നമ്മൾ കമ്മിങ് ക്ലോസ് ടു ദ പോർട്ട് ലാൻഡിന് അടുത്തോടെയൊക്കെ വരുമ്പോൾ എത്രയാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ ആണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഏതിയോടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇത് ആക്കുന്നത്. ഓക്കെ. കാരണം ഈ കാര്യങ്ങളാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്റ്റനും തന്നെ സാറിന് ചോദിച്ചു എനിക്ക് അറിയാൻ പറ്റുന്നത്. കാറിൽ കയറി ഗൂഗിൾ മാപ്പ് ഇട്ട് പോണ പോലെ പോകാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായി. അതെ മനസ്സിലായി, ഉറപ്പായിട്ട് മനസ്സിലായി. അപ്പൊ സാറിന് നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും, അതായത് പോർട്ടിൽ വന്നു കഴിഞ്ഞ് സാറ് പോകുന്നതിന് മുന്നേ നമ്മളെ പോർട്ടിൽ വന്നതിന്റെ ഒരു അനുഭവം സാറിന് ഞാൻ വിളിക്കാം. അതായത് നമ്മുടെ പോർട്ടിൽ വരുമ്പോ, അതായത് സാർ അകത്ത് കയറുമ്പോൾ അറിഞ്ഞൂടല്ലോ, സാർ ഇപ്പൊ ആദ്യമായിട്ട് വരുമല്ലേ, പോർട്ടിൽ വന്ന് ബർത്ത് ചെയ്തതിന് ശേഷം ഞാൻ സമയം കിട്ടും, സാറിന് സമയം എപ്പോഴാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്കാം. സാറിന്റെ അനുഭവം നമ്മുടെ പോർട്ടിൽ വന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് പങ്കുവയ്ക്കണം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.